ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ പട്ടികജാതി സമൂഹത്തോട് OS അംബിക MLAയും സംസ്ഥാന സർക്കാരും കടുത്ത വഞ്ചനയാണ് കാട്ടിയതെന്ന് BJP നേതാക്കൾ ആറ്റിങ്ങലിൽ മാധ്യമസമ്മേളനത്തിൽ ആരോപിച്ചു. ഭരണഘടന അനുശാസിക്കുന്ന പട്ടികജാതി ശാക്തീകരണത്തിനായി മണ്ഡലത്തിൽ ഒരു പദ്ധതിയും വിജയകരമായി നടപ്പാക്കാനായിട്ടില്ല. ഓരോ കോളനികളുടെയും വികസനത്തിനായി 1 കോടി രൂപ വീതമാണ് അംബേദ്കർ ഗ്രാമ പദ്ധതിക്കായി അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഒരു കോളനിയുടെ വികസനം പോലും നടപ്പാക്കാനായിട്ടില്ലെന്നും ഇതിന് MLA മറുപടി പറയണമെന്നും BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. ഗുരുതരമായ ക്രമക്കേടും അലംഭാവവും അഴിമതിയുമാണ് MLA കാട്ടിയതെന്നും BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് P. സുധീർ പറഞ്ഞു. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരുള്ള ഒരു മണ്ഡലവും ആറ്റിങ്ങൽ തന്നെയാണ്. പക്ഷേ നാളിതുവരെ ഈ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പദ്ധതികളൊന്നും തന്നെ ഈ മണ്ഡലത്തിൽ നടപ്പാക്കി വിജയിപ്പിച്ചിട്ടില്ല. കേരളത്തിൽ 2017-18 സമയത്ത് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് അംബേദ്കർ ഗ്രാമം പദ്ധതി, അല്ലെങ്കിൽ കോളനി നവീകരണ പദ്ധതി. ഈ പദ്ധതിയുടെ പ്രത്യേകത, അതേപ്പറ്റി പറയുന്ന ഒരു സർക്കുലറിൻ്റെ ഗവൺമെൻറ് ഉത്തരവിൻ്റെ കോപ്പിയാണ് ആദ്യം ഇപ്പോൾ നമുക്ക് മാധ്യമ സുഹൃത്തുക്കളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ പദ്ധതിയിൽ അംബേദ്കർ ഗ്രാമം പദ്ധതി എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഒരു പട്ടികജാതി കോളനിക്ക് 1 കോടിയുടെ പദ്ധതി. ഈ 1 കോടിയുടെ പദ്ധതിയുടെ ഒരു പ്രത്യേകത, അതിൻ്റെ 50 ലക്ഷം രൂപ, അതായത് അതിൻ്റെ പകുതി തുക മുൻകൂറായി തന്നെ കൊടുക്കും. അതിന് പദ്ധതി പൂർത്തിയാക്കണമെന്നില്ല, മുൻകൂറായി തന്നെ കൊടുക്കും. 1000 പട്ടികജാതി കുടുംബങ്ങൾക്ക് പുരോഗതിയിലേക്ക് വഴിവെക്കുമായിരുന്ന ഒരു പദ്ധതിയാണ് ഈ നിയോജക മണ്ഡലത്തിലെ MLAയുടെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെട്ടത്. MLAയാണ് ഇതിന് ഉത്തരവാദി. MLAയാണ് ഓരോ കോളനിയിലെയും പ്രവൃത്തി മേൽനോട്ടം ചെയ്യേണ്ട മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. വേറെ ആരുമില്ല. MLA മറുപടി പറഞ്ഞേ തീരൂ. വ്യാജ ബില്ലുകളാണ്. ഇവരുടെ സ്വന്തക്കാരെ തിരികെ കയറ്റി കള്ള ബില്ലുണ്ടാക്കി യാതൊരു പണിയും നടത്താതെ അവിടെ ഇവിടെ ചില മുറിപ്പണികൾ ചെയ്തുകൊണ്ട് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയാണ് MLAയുടെ നേതൃത്വത്തിൽ ഈ പദ്ധതിയിൽ ഉണ്ടായിട്ടുള്ളത്. ആ വാഴവേലി കോളനിയിൽ നമ്മൾ ആ പടങ്ങളൊന്ന് കാണിച്ചു കൊടുക്കുക, വീഡിയോ ഒന്ന്. വാഴവേലി കോളനിയിലെ ഇപ്പോഴത്തെ സ്ഥിതിയാണ്. അവിടെ ടാർപ്പാളിൻ മറച്ച വീടുകളാണ്, യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. ഈ നേരത്തെ നമ്മളിതിൽ പറഞ്ഞ ഒരു സൗകര്യങ്ങളും അവിടെ ഉണ്ടാക്കിയിട്ടില്ല. നമുക്കാർക്കും അവിടെ പോയി നോക്കാവുന്നതാണ്. BJP നേതാക്കളായ റജികുമാർ, സ്വരാജ്, വക്കം അജിത്, ഇലകമൺ സതീശൻ തുടങ്ങിയവരും മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു.